സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ആദ്യമായി ഞാൻ നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വർത്തമാന കാലത്തെ ഈമാനിന്റെ പരിശുദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ട് നേരിടുവാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. റബ്ബുനൽ അദീം നമ്മുടെ ഈമാനിന്റെ പരിശുദ്ധി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ ലോകത്തെ എല്ലാ പരീക്ഷണങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും മറികടക്കുവാനുള്ള യഖീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ കഠിനമായ പരീക്ഷണത്തിന്റെ ചില ചിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾക്കുകയുണ്ടായി. حتى يقول الرسول والذين آمنوا معه متى نصر الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ദൂതരും അവരോടൊപ്പമുള്ള വിശ്വാസികളും എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതുവരെ വസുൽസിലു, അവരെ വിറപ്പിക്കപ്പെട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈമാനുള്ളവരുടെ പ്രാർത്ഥനയായിട്ട് മുഅ്മിനീങ്ങൾ ആമനർ റസൂൽ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ പറയേണ്ടുന്ന ഒരു ദുആ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആ കൂടിയാണ്. ആ ദുആ അവസാനിക്കുന്നത് എപ്പോഴും രാത്രി നമ്മൾ ചൊല്ലാറുണ്ട്. ആ ദുആ അവസാനിക്കുന്നത് വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുവേ, സത്യനിഷേധികൾ, സത്യം നിഷേധിച്ചവരാണവർ, ഞങ്ങളെ നീ അവർക്കെതിരിൽ സഹായിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഓരോ മുഅ്മിനും ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നത്. എന്നാൽ തീർച്ചയായും നമുക്കറിയണ്ടേ അല്ലാഹുവിന്റെ സഹായം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ. നിശ്ചയം നമ്മുടെ ദൂതന്മാരെയും മുഅ്മിനീങ്ങളെയും ഈ ജീവിതത്തിൽ തന്നെ, ഐഹിക ജീവിതത്തിൽ തന്നെ നാം സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ രംഗത്ത് വരുന്ന സന്ദർഭത്തിലും, അതായത് ഖിയാമത്ത് നാളിലും മുഅ്മിനീങ്ങളെയും മുർസലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ളത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. വകാന ഹഖ്ഖൻ അലൈനാ, അല്ലാഹുവിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ് നുൻജിൽ മുഅ്മിനീൻ, നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കേണ്ടത്. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ വരികളാണ്. അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായി ഓതി കേൾപ്പിച്ച സുന്ദരമായ വരികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ വിളിയാണ് കേട്ടോ. ഈമാനുള്ളവരെ എന്നാണ് വിളിച്ചത്. അള്ളാഹു നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഇത്ര സുന്ദരമായ ഒരു അറിയിപ്പാണിത്. റബ്ബുൽ ആലമീൻ, റബ്ബുൽ ഇസ്സ വളരെ സുന്ദരമായ രീതിയിൽ നമ്മെ വിളിക്കുകയാണ്. വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഈ ബിസിനസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ, ഈ ഒരു വ്യവഹാരം കൃത്യമായി നടത്തിയാൽ വേദനിപ്പിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. അതെന്താണെന്നറിയാമോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹ്.
തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതരിലും വിശ്വസിക്കുക. യാതൊരു കളങ്കവുമില്ലാത്ത വിശ്വാസം. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, യാതൊരു തരത്തിലുള്ള ശിർക്കിന്റെ അംശം പോലും കലരാത്ത ഖാലിസായ ഈമാൻ, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുക. وتجاهدون في سبيل الله بأموالكم وأنفسكم, അല്ലാഹുവിന്റെ മാർഗം, അല്ലാഹു സ്വർഗത്തിലേക്ക് വിളിച്ച വഴി, ആ വഴിയിൽ നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം. നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഇതാണ് ആ ബിസിനസ്. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ഒരു ബിസിനസ് നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ, അതായത് അല്ലാഹുവിലും അവന്റെ ദൂതരിലുമുള്ള അടിയുറച്ച വിശ്വാസവും അതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശരീരവും ധനവും ചെലവഴിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ത്യാഗ പരിശ്രമങ്ങൾ, ഇത് നിങ്ങൾ നടത്തുകയും ചെയ്താൽ ഇതാണ് നിങ്ങൾക്ക് ഗുണകരം. യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പാപങ്ങളില്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച പരിശുദ്ധമായ ഹൃദയത്തിന്റെ പരിശുദ്ധിയോടുകൂടി അല്ലാഹുവിനെ കണ്ടുമുട്ടും. ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധപ്രകൃതിയോടുകൂടിയാണ്, കളങ്കമില്ലാത്ത ഹൃദയത്തോടുകൂടിയാണ്. ഈ കളങ്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും ഈ ബിസിനസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ. മാത്രമല്ല, നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? വയുദ്ഖിൽകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴോരങ്ങളിൽ അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന, എന്നുമെന്നും അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. വമസാകിന ത്വയ്യിബ, ഈ ചെറിയ ജീവിതത്തിനിടയിൽ എപ്പോഴാണ് അവസാനിപ്പിക്കുന്നത് എന്നറിയില്ല, എപ്പോഴാണ് നമ്മുടെ ജീവിതം എവിടെ നിന്ന് അസ്തമിക്കുന്നത് എന്നറിയില്ല. എങ്കിൽ പോലും ഈ ലോകത്ത് ഈ ചെറിയൊരു സമയത്ത് നമ്മുടെ വീടൊരു സ്വപ്നമല്ലേ നിങ്ങൾക്ക്? എന്നാൽ എന്നുമെന്നും ഖാലിദീന ഫീഹാ അബദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന ആ സ്വർഗത്തിൽ എന്നുമെന്നും ജീവിക്കാനുള്ള ആ നിത്യമായ ഉദ്യാനത്തിൽ അവിടെ ഒരു വീട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം അതായിരിക്കണം, നമ്മുടെ തറവാട് അതാണ്. അല്ലാഹു അങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്. വമസാകിന ത്വയ്യിബ, പരിശുദ്ധമായ വീടുകളാണ്, നല്ല അയൽവാസികളാണ്. വഹസുന ഉലൈക റഫീഖ, വഹസുന ഉലൈക റഫീഖ വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, യാതൊരു തരത്തിലുള്ള പകയും ഇല്ല അവർക്ക്. എല്ലാ പകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ നിന്ന് ഊരിക്കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ, നിത്യമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധമായ പാർപ്പിടം. ദാലികൽ ഫൗസുൽ അസീം, ആരായത് പറയുന്നത്? അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ദാലികൽ ഫൗസുൽ അസീം, ഇതാണ് ഏറ്റവും മഹത്തായ വിജയം, ഇതാണ് ഏറ്റവും മഹത്തായ വിജയം. വേറെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റുൻ മിനല്ലാഹ്, വഉഖ്റാ തുഹിബ്ബൂനഹാ, മറ്റൊരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ സഹായം. അല്ലാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മുർസലുകളും മുഅ്മിനുകളും എന്താണ് പറഞ്ഞത്? എന്താണ് ചോദിച്ചു പോയത്? മതാ നസ്റുല്ലാഹ്,
എന്താണ് നമ്മൾ എല്ലാ രാത്രിയും നമ്മൾ ദുആ ചെയ്തുകൊണ്ട് കിടക്കുന്നത്? വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. സത്യനിഷേധികളിൽ നിന്ന് അവർക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് കിടക്കുന്നത്. എന്നാൽ ആ സഹായം നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ട്? അടിയുറച്ച വിശ്വാസം, അള്ളാഹുവിന്റെ പാതയിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കാനുള്ള ആ സ്ഥൈര്യം, അത് നേടിയെടുക്കാൻ നമ്മുടെ ഹൃദയത്തിന് ബലമുണ്ടാകണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാനല്ല. നമ്മുടെ ശരീരവും നമ്മുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവാണ് റബ്ബ്. അള്ളാഹു കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ബാധ്യസ്ഥനാണ്. വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്. വഅന മിനൽ മുസ്ലിമീൻ, വഅന മിനൽ മുസ്ലിമീൻ എന്ന് സുന്ദരമായി പറയുന്ന ഈ വാക്കിനേക്കാൾ സുന്ദരമായ വാക്കുകൾ ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിരിക്കുന്നത്. വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റുൻ മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്. ആസന്നമായ വിജയം, സഹായം മാത്രമല്ല, ആസന്നമായ വിജയം നിങ്ങൾക്കുണ്ടാകും. വബശ്ശിരിൽ മുഅ്മിനീൻ, സുബ്ഹാനല്ലാഹ്, വബശ്ശിരിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് നബിയെ താങ്കൾ ഈ കാര്യം സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ, 7ഓളം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കച്ചവടം നടത്തിയാൽ നിങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. തീർച്ചയായും ഈ ആയത്തുകൾ, അല്ലാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം. എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കണം. അസ്ഹാബുൽ കഹ്ഫ് പറഞ്ഞതുപോലെ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനി, ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ് എന്ന് പറയണം. ഇന്ന് നമ്മൾ ഓതിയിട്ടുണ്ടാകും. അവിടെയൊക്കെ നമ്മൾ നിർത്തണം. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞ് റബ്ബുനാ ഇദ് ഖാലു ഫഖാലു ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളുടെ റബ്ബാരാണെന്നറിയാമോ? സൂര്യനും ചന്ദ്രനുമല്ല. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ. സൂര്യനും ചന്ദ്രനുമല്ല നിങ്ങൾ നമിക്കേണ്ടത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹും. ഇവയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. എല്ലാം അല്ലാഹു ഖദറാക്കിയിരിക്കുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും, വസഖറ അശ്-ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് അവനാണ്. സുബ്ഹാനല്ലാഹ്. ആ റബ്ബാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ റബ്ബന, ആ റബ്ബിനെ റബ്ബിയല്ലാഹ്, റബ്ബുനല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം മുഅ്മിനീങ്ങൾക്ക്, വല്ലാത്തൊരു ആവേശമാണ് മുഅ്മിനീങ്ങൾക്ക്. റബ്ബുനല്ലാഹ്, മൻ റബ്ബുക്. ആ ചോദ്യം ഖബറിലുണ്ടാകും. മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അഭിമാനത്തോടുകൂടി അല്ലാഹുവാണ് എന്ന് പറയാൻ കഴിയുന്ന ആ രീതിയിൽ അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. സുബ്ഹാനല്ലാഹ്. എല്ലാ നബിമാരുടെ കാലത്തും മുഅ്മിനീങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള ഒരുപാട് ജീലുകൾ, ഒരുപാട് സമുദായങ്ങളുടെ വിശദീകരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അവർക്കൊക്കെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുത്തുവാക്കുകൾ ഒരു ഭാഗത്ത് നിന്ന്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. തന്റെ അനുയായികളെ പോലും പൊറുപ്പിക്കുന്നില്ല. തന്നിൽ വിശ്വസിച്ചവർ, തന്നോട് ബന്ധപ്പെട്ടവരെ പോലും, തന്റെ കുടുംബക്കാരെ പോലും ബഹിഷ്കരിക്കുകയാണ് നാടുകളിൽ നിന്ന്.
ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വനപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ? وَلَقَدْ أَرْسَلْنَا إِلَى أُمَمٍ مِّن قَبْلِكَ നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരുപാട് സമൂഹത്തിലേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട്, ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. فَأَخَذْنَاهُمْ بِالْبَأْسَاءِ وَالضَّرَّاءِ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് നാം അവരെ പിടികൂടി. എന്തിനാണെന്നറിയാമോ? ലഅല്ലഹും യതദറഊൻ, അവർ വിനയശീലരായി തീരുവാൻ വേണ്ടി. അവര് വിനയശീലരായി തീരുവാൻ വേണ്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതേ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത്, ഒരു സംസ്ഥാനത്തിലെ മൊത്തം നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനും കൊണ്ട് ചില ആളുകൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്ത് പോലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആർഭാടങ്ങൾക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. ഈ ഒരു അവസരത്തിലെങ്കിലും ഇത് നമുക്ക് മടങ്ങാനുള്ള ഒരു കാഹളധ്വനിയാണ്. ഈ അവസരത്തിലെങ്കിലും നമ്മൾ മടങ്ങാൻ തയ്യാറല്ലെങ്കിൽ അല്ലാഹു എന്താ പറഞ്ഞത്? ലഅല്ലഹും യതദറഊൻ, അവർ വിനയമുള്ളവരായി തീരുവാൻ വേണ്ടി. ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മാറാനുള്ള നല്ലൊരു അവസരമാണ്. അള്ളാഹു വേണമെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ ക്രമമാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. വളരെ പെട്ടെന്നായിരിക്കും മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചേക്കാം. പക്ഷെ ഈ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തെ തരണം ചെയ്യാൻ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇതൊക്കെ കണ്ട് മാറാനുള്ള നല്ലൊരവസരം പരിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുകയാണ് അവിടെ. ഫലൗലാ ഇജ്ജാഅഹും ബഅസുനാ, നമ്മുടെ ശിക്ഷ വന്നെത്തുമ്പോൾ അവർ എന്തുകൊണ്ട് തദറഉ, അവർ വിനയമുള്ളവരായി തീർന്നില്ല? ജീവിതത്തിലൊന്നും മാറ്റമില്ല. ഇതൊന്നും കണ്ടിട്ട് കുറെ സങ്കടങ്ങൾ, കുറെ വാട്സപ്പിൽ കുറെ മെസ്സേജുകൾ ഇങ്ങനെ വായിക്കും. നമ്മുടെ അവസ്ഥ അതേപോലെ പഴയ അവസ്ഥ തന്നെയാണ്. ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇത് അല്ലാഹുവിന്റെ രീതിയാണ്. സ്വയം ഒരു ജനത മാറുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റില്ല. മാറാൻ നമ്മൾ റെഡിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റുക തന്നെ ചെയ്യും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ആരാണോ ജിഹാദ് ചെയ്യുന്നത്, അല്ലേ, അവർക്ക് തീർച്ചയായും നമ്മുടെ വഴി നാം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസത് ഖുലൂബുഹും. നഊദു ബില്ലാഹ്. വലാകിൻ ഖസത് ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് മാറാത്തത്. ഇതൊന്നും കണ്ടിട്ട് ഉരുകാത്തത് എന്താണ്? അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുകയാണ്. وزين لهم الشيطان ما كانوا يعملون. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. അല്ലാഹു വീണ്ടും ഈ അനുഗ്രഹങ്ങളിൽ ആറാടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ فلما نسوا ما ذكروا به فتحنا عليهم. നാം അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ, ഉത്ബോധനം ചെയ്ത കാര്യങ്ങൾ അവർ മറന്നുപോയപ്പോ ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നുകൊടുത്തു. അബ്വാബ കുല്ലി ശൈ, എല്ലാ കാര്യത്തിന്റെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അവർ വിചാരിച്ചു ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്, നമ്മളൊന്നിപ്പോ പിടികൂടപ്പെടില്ല, ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും നമുക്ക് സംഭവിക്കില്ല എന്ന് അവര് സുരക്ഷിതരായി വിചാരിച്ച് സുരക്ഷിതരായി കഴിഞ്ഞുകൂടിയിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ അവര് അങ്ങേയറ്റം സന്തോഷിച്ചു മതിമറന്ന്
ജീവിക്കുന്ന ആ അവസ്ഥയിൽ അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ, നാം അവരെ പൊടുന്നനെ പിടികൂടി. പെട്ടെന്നായിരുന്നു അല്ലാഹുവിന്റെ ശിക്ഷ വന്നുകൂടിയത്. അപ്പോഴവര് നിരാശരാകാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിനക്ക് അല്ലാഹുവിന്റെ ശിക്ഷകളും പരീക്ഷണങ്ങളും നമുക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വേണം. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ ഇടപാടിൽ നമ്മൾ മാറ്റം വരുത്തണം. തിന്മകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അവർക്കാണ് അല്ലാഹുവിന്റെ സഹായം. അവരെയാണ് അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചാദരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ മുൻഗാമികളായ നബിമാർക്കും അതുപോലെ സജ്ജനങ്ങൾക്കും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ സംസാരിച്ചതിന്റെ പേരിൽ അല്ലേ, വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സുത്യർഹനായ പടച്ചതമ്പുരാൻ പ്രതാപശാലിയായ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയുണ്ടായി അല്ലേ. ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്, മുഅ്മിനീങ്ങളെ ഒന്നൊന്നായി തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അട്ടഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അവര് അസ്ഹാബുൽ ഉഖ്ദൂദ്. സൂറത്ത് യാസീനിലെ സുന്ദരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി അവരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു പറ്റം ദൂതന്മാര് വന്നപ്പോ അവര് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ദുശ്ശകുനമാണ്, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോണം. നിങ്ങൾ ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. നിങ്ങളെ ഞങ്ങൾ ദുഷ്ടഗുണമായി കാണുകയാണ്. നിങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. അവര് പറഞ്ഞു, ഖാലൂ ത്വാഇറുക്കും മഅകും, ഞങ്ങളല്ല ദുരന്തം, ഞങ്ങളല്ല ദുശ്ശകുനം, നിങ്ങളാണ്. ത്വാഇറുക്കും മഅകും, ഇപ്പോൾ വന്നു ഭവിച്ചിട്ടുള്ള എല്ലാതരം അവസ്ഥയ്ക്കും കാരണം നിങ്ങൾ തന്നെയാണ്. അഇൻ ദുഃഖിർതും, അവര് ചോദിക്കാണ്, അഇൻ ദുഃഖിർതും, നിങ്ങൾക്ക് ഉത്ബോധനം നൽകപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറുന്നത് അല്ലേ? മുസ്ലിമീങ്ങളെല്ലാം ഇവിടെ നിന്ന് പോയി കിട്ടണം, ഇതാണ് ചില ആളുകളുടെ ഡിമാൻഡ്. അഇൻ ദുഃഖിർതും, എന്തിന്റെ പേരിലാണ്? നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിച്ചതിന്റെ പേരിൽ, നിങ്ങൾക്ക് ഉത്ബോധനം നൽകിയതിന്റെ പേരിൽ ഇങ്ങനെയാണോ നിങ്ങൾ പ്രതികരിക്കുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട ജനത തന്നെയാണ്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും മുഅ്മിനീങ്ങളുടെ ഈമാൻ വളർത്താനാണ് ഇത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഈമാൻ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളാണ് പരീക്ഷണങ്ങൾ. മുഅ്മിനീങ്ങളുടെ ഈമാൻ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന തടസ്സങ്ങൾ, ഇതാണ് പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിൽ സാമ്പത്തികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ശാരീരികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും, ശത്രുക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, എല്ലാം ഇതിന്റെ ഭാഗമാണ്. പക്ഷേ മുഅ്മിനീങ്ങൾ അതുകൊണ്ട് തളർന്നു പോകില്ല. മുഅ്മിനീങ്ങളുടെ ഈമാൻ അതുകൊണ്ട് വളരുക മാത്രമാണ് ചെയ്യുന്നത്. അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് 10,000-ഓളം ശത്രുക്കൾ ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വാർത്തകൾ പരന്നു. അന്നത്തെ വാട്സപ്പിൽ വാർത്തകൾ പരക്കാൻ തുടങ്ങി. അല്ലദീന ഖാല ലഹുമുൻ നാസ്, ജനങ്ങൾ അവരോട് പറയാൻ തുടങ്ങി, ഇന്നന്നാസ ഖദ് ജമഉ ലകും, ജനങ്ങൾ നിങ്ങളെ നേരിടാൻ വേണ്ടി പടയൊരുക്കം നടത്തിയിരിക്കുകയാണ്. ഫഖ്ശൗഹും, അവര് ഭൂരിപക്ഷമാണ്. ഫഖ്ശൗഹും, നിങ്ങളവരെ പേടിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളാണ്, നിങ്ങളവരെ പേടിക്കണം. വല്ലാത്തൊരു സാഹചര്യമാണ്. ഫസാദഹും ഈമാന, അല്ലാഹു എന്താ പറഞ്ഞത്? ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ഏറ്റവും ഭീകരമായ രീതിയിൽ അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? وقالوا حسبنا الله ونعم الوكيل,
ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെയാണ്. വനിഅമൽ വകീൽ. വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവർ മടങ്ങിയില്ലേ? അള്ളാഹുവിന്റെ സുന്ദരമായ വിജയം കൊണ്ട് അവർ മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആസന്ന വിജയം നൽകി. മുഅ്മിനീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഘട്ടത്തിൽ പരീക്ഷിച്ചു. ഈ ലോകത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുന്ദരമായ വിജയം നൽകിയ ഒരു ചരിത്രമാണ്. ശത്രുക്കളെല്ലാം ആഗ്രഹിക്കുന്നത് വിശ്വാസികളെ ഒന്ന് വിരട്ടിക്കളയാമെന്നാണ്. യഥാർത്ഥ ഈമാൻ ഉണ്ടാക്കി കളഞ്ഞാൽ ഈ വിരട്ടിലൊന്നും പെടൂല. എങ്ങനെയാണ് നിർഭയത്വമുണ്ടാകുന്നത്? ഈമാനുള്ളവരോട് ചേർന്നിരിക്കുക നിർഭയത്വമുണ്ടാകാനുള്ള വഴിയാണ്. അതിലൊന്ന് ഈമാനുള്ളവരോട് ചേർന്നിരിക്കുക. ഈമാനിന് മാറ്റുകൂട്ടുന്ന ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചരിത്രങ്ങൾ. അതുപോലെ സഹാബത്ത് റളിയല്ലാഹു അൻഹും, സഹാബത്തിന്റെ ചരിത്രങ്ങൾ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഇങ്ങനെ ഓരോ സഹാബത്തും ഓരോ വലിയ ചരിത്ര പുരുഷന്മാരായിരുന്നു. ആ സഹാബത്തിന്റെ ഓരോ ചരിത്രങ്ങളും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഓരോ നാഴികക്കല്ലുകളാണ്. നമ്മൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആമന റസൂൽ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പമുള്ള മുഅ്മിനീങ്ങളും എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാണ്? ഇവരാണ്. ഈ മുഅ്മിനീങ്ങൾ, അതായത് ഈ സഹാബത്താണ്. അവരാണ് നമുക്ക് അളവുകോലായി മാതൃകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിലുള്ള ആ അടിയുറച്ച വിശ്വാസം, അങ്ങനെയുള്ള ചില മാതൃകകൾ നമ്മൾ വായിച്ചു നോക്കും. നമ്മുടെ ഈമാൻ ഉയരും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ ഈമാനിനെ മാറ്റുകൂട്ടും. അള്ളാഹു നിർദ്ദേശിച്ച വഴിയിലൂടെ യാതൊരു ഉപേക്ഷയുമില്ലാതെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ വാഗ്ദാനമാണ് നിർഭയത്വം. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതേപോലെ തവക്കുൽ. എങ്ങനെയാണ് ഒരാൾക്ക് തവക്കുൽ ഉണ്ടാകുക? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ പറയാറുണ്ട് ഹസ്ബി അല്ലാഹ്. എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. ഹസ്ബി അല്ലാഹ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി. അല്ലാഹു ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. തന്റെ അടിമകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു പോരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിരിക്കുന്നത്. പോരെ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹുവിന്റെ തവക്കുൽ. ഏത് സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ അത് നമുക്ക് നിർഭയത്വം നൽകും അല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിൽ ശാന്തതയുണ്ടാകും. ഭയങ്ങളുടെ അന്ധകാരങ്ങൾ നീങ്ങിക്കിട്ടും. എപ്പോഴും അല്ലാഹുവിന്റെ ദിക്റിൽ സന്തോഷത്തോടുകൂടി ഏതവസരത്തിലും അല്ലാഹുവിനെ സന്തോഷത്തോടുകൂടി ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. വദ്കുറുല്ലാഹ ദിക്റൻ കസീറ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർദ്ദേശിച്ചിരിക്കുന്നത്? നിർഭയത്വമുണ്ടാകാൻ. നിർഭയത്വമുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സജ്ജനങ്ങളിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. ഈ സാഹചര്യത്തിൽ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ മിണ്ടാതിരിക്കരുത്. മൗനം സമ്മതമാണ്. പുറത്തിറങ്ങുക, പ്രതികരിക്കുക, സാധ്യമായ രീതിയിലൊക്കെ പ്രതിഷേധിക്കുക, പ്രതിരോധിക്കുക. ആണും പെണ്ണും ചെറിയവരും പ്രായമുള്ളവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാവരും. കാരണം ഈ നാടിനെ രക്ഷിക്കാൻ നാം മുന്നിട്ടിറങ്ങണം. ഇല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന തലമുറകൾ നമ്മളെ ശപിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത്. വെറുപ്പിന്റെ വൈറസ് പരത്തി നിഷ്കളങ്ക മനസ്സുകളെ മലിനമാക്കുന്ന സംഘപരിവാർ ശക്തികളെയാണ് നമുക്ക് നേരിടാനുള്ളത്. ശത്രുക്കളെയാണ് നമുക്ക് നേരിടുവാനുള്ളത്. മനുഷ്യകുലത്തിന്റെ ശത്രുക്കളാണ് ഇവര്. അവർ വെളിച്ചത്തെ വെറുക്കുന്നു, അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്നു, തിന്മയെ സ്നേഹിക്കുന്നു, നന്മയെ തടയുന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ശത്രുക്കൾ കുറെ അബ്ദുല്ലക്കുട്ടിമാരെയും കുറെ ഉസ്താദിന്റെ രൂപത്തിലൊക്കെയുള്ള ആളുകളെ പടച്ചുവിടുകയാണ്. എന്തൊരു അക്രമമാണ്! എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്? ഈമാനുള്ള ഒരു മനുഷ്യന് ഒരല്പമെങ്കിലും ഈമാനിന്റെ ഒരു അംശം ഒരാളുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈ അക്രമികളോടൊപ്പം ചേർന്നുകൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ളാലിമീങ്ങൾ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് മൈത്രി ബന്ധം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ഇവരോട് നിങ്ങൾ ചങ്ങാത്തം കൂടരുത്. ആരാണ് അവര് എന്നറിയാമോ? അല്ലാഹു നിങ്ങളോട് വിലക്കുന്നത് ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീൻ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിലക്കിയത് ബന്ധം പാടില്ല, ബന്ധം വിച്ഛേദിക്കണം, മൈത്രി ബന്ധം പാടില്ല, ചങ്ങാത്തം പാടില്ല എന്ന് പറഞ്ഞത് ആരോടാണെന്നറിയാമോ? അല്ലദീന ഖാതലൂകും ഫിദ്ദീൻ, മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ. ഇവരുടെ പാടില്ല മുസ്ലിമീങ്ങൾ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും പാടില്ല, നിങ്ങൾ ബന്ധം പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രമല്ല ഖാതലൂകും ഫിദ്ദീൻ വഅഖ്റജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നവർ, വളാഹു അലാ ഇഖ്റാജികും, നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവരോട് ബന്ധം പാടില്ല. അൻതവല്ലൗഹും വമൻ യതവല്ലഹും ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരോട് ആരെങ്കിലും ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് അക്രമികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് എന്ത് പേരിൽ വിളിച്ചാലും, ഉസ്താദ് എന്ന പേരിലോ ഖാദി എന്ന പേരിലോ അബ്ദുല്ല കുട്ടി എന്ന പേരിലോ ഏത് പേരിൽ വിളിച്ചാലും അവര് തന്നെയാണ് അക്രമികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഖുതുബയിൽ. അതായത് സത്യസന്ധരായ ആളുകളെ അല്ലാഹു തിരിച്ചറിയാം, കള്ളന്മാരെയും കപടന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കാൻ വേണ്ടി ഇത്തരം ഒരു സാഹചര്യത്തിൽ ഓരോരോ മനുഷ്യരുടെയും അവസ്ഥാവിശേഷങ്ങൾ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മോണിറ്ററായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എങ്ങനെ ഒരു മുഅ്മിൻ ഇങ്ങനെ ഇത്തരം അക്രമികളോട് കൂട്ടുചേർന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ആരാണ്? ലാകിൻ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും, അല്ലാഹു ഈമാൻ നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നിരിക്കുകയാണ്. മുഅ്മിനീങ്ങളോട് വലിയ ഇഷ്ടമാണ് അവർക്ക്, അത് വല്ലാത്ത അലങ്കാരമാണ് അവർക്ക് ഹൃദയത്തിന്. വഖറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, കുഫ്ർ സത്യനിഷേധം, തോന്നിയവാസങ്ങൾ, അക്രമങ്ങൾ, തിന്മകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനോടെല്ലാം വെറുപ്പുണ്ടാക്കി തന്നിരിക്കുന്നു മുഅ്മിനീങ്ങൾക്ക്. അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത വെറുപ്പാണ് കുഫറിനെ കാണുമ്പോൾ, അക്രമം കാണുമ്പോൾ, അനീതി കാണുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത വെറുപ്പാണ്. ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് സന്മാർഗികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരാണ് സന്മാർഗികൾ. അതുകൊണ്ട് പ്രതിരോധിക്കുക, സജ്ജനങ്ങളോടൊപ്പം നമ്മൾ ചേരണം. ജീവിതം കൊണ്ട് നമുക്ക് ഈ ജീവിതം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധമായ ഈ അവസ്ഥ നമ്മൾ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ സംസാരിക്കുക. ജിഹാദ് എന്ന് പറഞ്ഞാൽ അഫ്ളലുൽ ജിഹാദ്, ജിഹാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിഹാദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയുന്നവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ജിഹാദാണ്, ആളമുൽ ജിഹാദ്. നമുക്ക് പറയാൻ കഴിയണം, എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, തും കുച്ച് ഭീ കർ ലോ, അതായത് പരിശുദ്ധ ഖുർആനിലെ വാക്കാണ്, അതിന്റെ കൃത്യമായ ട്രാൻസ്ലേഷനാണ്. ഫഖ്ദി മാ അൻത ഖാം, ഫഖ്ദി മാ അൻത ഖാം ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നീ വിധിക്കാനുള്ളതെല്ലാം വിധിച്ചോ, എവിടെയാണ് നിനക്ക് തീരുമാനിക്കാൻ പറ്റുക? ഈ ലോകത്ത്, ഈ ഐഹിക ലോകത്ത്, നശ്വരമായ ഈ ലോകത്ത് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റിയേക്കാം. ഫഖ്ദി മാ അൻത ഖാം, എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, ഞങ്ങൾ അല്ലാഹുവിന്റെ ആളാണ് എന്ന് ഏതവസരത്തിലും നമുക്ക് പറയാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ആ ഈമാനിലേക്ക് നമ്മൾ ഉയരണം. ചില ദിക്റുകൾ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ പ്രത്യേകം അത് ആ ദിക്റിന്റെ കൃത്യമായ ഉയരത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയും. ബിസ്മില്ലാഹില്ലദീ
لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. അത് ഏതവസ്ഥയിലാണെങ്കിലും നമുക്കൊന്ന് പറഞ്ഞോളൂ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ അസ്സമീഉൽ അലീം. ഇത് നമ്മുടെ ഈമാനായി മാറിയാൽ എത്ര വലിയ ആശ്വാസമായിരിക്കും ഈ ഒരു ദിക്ർ കൊണ്ട് നമുക്ക് ലഭിക്കുക. അല്ലാഹുവിന്റെ പേര് ഞാൻ ഉച്ചരിച്ചിരിക്കുകയാണ്, ബിസ്മില്ലാഹ് അല്ലദീ. അല്ലദീ എങ്ങനെയുള്ള പടച്ച തമ്പുരാനെന്ന് അറിയാമോ? ലാ യദുറു മഅ ഇസ്മി, അവന്റെ നാമത്തോടൊപ്പം ഉപദ്രവിക്കുകയില്ല, ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ, ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ല. വഹുവ സമീഉ, എല്ലാം കേൾക്കുന്നവനാണ് അവൻ. അൽ അലീമു, അല്ലേ, എല്ലാം അറിയുന്നവനാണ്. എങ്ങനെ ഇടപെടണം എന്നറിയുന്നു, ഏത് ശബ്ദവും അവന് കേൾക്കുന്നു. അതേപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഭൂരിപക്ഷത്തിനൊന്നും ചെയ്യാൻ പറ്റൂല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ധാരാളമായി പറഞ്ഞു. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ വർദ്ധിച്ച സമയത്ത് അവർ പറഞ്ഞ സുന്ദരമായ വാക്കുകളിൽപ്പെട്ട വാക്കുകളാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, ലഹുൽ മുൽക്ക്, അവന്റേതാണ് അധികാരം, അല്ലേ, വലഹുൽ ഹംദ് വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏറ്റവും സുന്ദരമായ ദിക്റുകളുടെ കൂട്ടത്തിലെ ഒരു ദിക്റാണ് കേട്ടോ. എല്ലാം അല്ലാഹുവിന് അറിയാം. ഹസ്ബി അല്ലാഹ് ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവര് രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവര് പറയുന്ന വാക്കുകളും കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് താങ്കൾ സങ്കടപ്പെടേണ്ട. ഫലാ യഹ്സുൻക ഖൗലുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാന്ത്വനപ്പെടുത്തുകയാണ്. അവരത് ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത്, നിങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുക. അതോടൊപ്പം ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചിട്ട് സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുന്ദരമായ ദുആയാണ്, അല്ലേ, അല്ലേ, ദോഷങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി, അതേപോലെ കാഫിരീങ്ങളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഈ ദുആ, ആ ദുആ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റക്കും കൂട്ടായും വീടുകളിലും ഒക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കണ്ട അതേ സ്വപ്നം, അതായത് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതപ്പിട്ട് മൂടിയിട്ട് കഅബയുടെ വിരിമാറിലേക്ക് വരികയാണ്, കഅബയുടെ പരിസരത്തേക്ക് വരികയാണ്. അന്ന് പുതപ്പിട്ട് മൂടിയിട്ട് തലയിൽ മുണ്ടിട്ട് മൂടിയിട്ട് മാത്രമേ ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അല്ലാഹ്, ഒരു സ്വർഗം, ഒന്നും വിളിച്ചു പറയാൻ പറ്റില്ല. അപ്പോ ഞങ്ങളുടെ അനുയായികളൊക്കെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നത് അങ്ങനൊന്ന് കാണുന്നില്ലേ, അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പുള്ള സമുദായം ഇതിനേക്കാൾ വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ മണ്ണിൽ തലവരെ മൂടിയിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് രണ്ടായി പിളർന്നു. അവരെ രണ്ടായി ഈർച്ചവാൾ കൊണ്ട് പിളർന്നു. പക്ഷെ ദീനിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ടില്ല എന്നുള്ള ചരിത്രം പറഞ്ഞു. എന്നിട്ട് സാന്ത്വനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? വല്ലാഹി, അല്ലാഹുവിൽ സത്യം, സന്നാ മുതൽ ഹദറമൗത്ത് വരെ ആർക്കും ഭയമില്ലാതെ, ആടിന് ചെന്നായെ മാത്രം പേടിച്ചാൽ മതി, അങ്ങനെയുള്ള ഒരു ശാന്തമായ ഒരു അവസ്ഥയുടെ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ഇത്രയും വിശ്വാസികൾ, അൽഹംദുലില്ലാഹ്, വിശ്വാസികൾ മാത്രമല്ല അവരോടൊപ്പം സഹകരിക്കുന്ന ഒരുപാട് മതത്തിൽപ്പെട്ട നല്ല മനസ്സുള്ള ആളുകൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട്, ഇതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ഒക്കെ രീതിയാണ്. നല്ല മുആശറത്ത് വേണം, നല്ല ബന്ധം വേണം അവരോട്. എന്നാൽ ഇത്തരം ശത്രുക്കളോട്, അതായത് ശത്രുത വെളിവാക്കി ശത്രുത പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശത്രുക്കളോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല, അവരോട് മൈത്രി ബന്ധം പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ നന്നായി ദുആ ചെയ്യണം, നല്ല മനസ്സുണ്ടാകണം, നമ്മുടെ ജീവിതമൊക്കെ നമ്മൾ മാറ്റിമറിക്കണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.